ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമസ്കാരം പറഞ്ഞേ കേക്കട്ടെ ടീച്ചർ. നമസ്കാരം. തിരിച്ചു പറഞ്ഞേ കേൾക്കട്ടെ. നമസ്കാരം. ഓക്കെ, നല്ല കുട്ടികളാണ് കേട്ടോ. നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ഷരം പഠിക്കണ്ടേ. ഓരോ ദിവസം ഓരോ അക്ഷരം, ഇല്ലെങ്കിൽ രണ്ടക്ഷരം. എളുപ്പമുള്ള രണ്ടക്ഷരം മൂന്നക്ഷരമൊക്കെ ആവുമ്പോൾ നമുക്ക് എളുപ്പമുള്ളത് പഠിക്കാം. നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല ടീച്ചർ കേട്ടോ, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എളുപ്പമുള്ള രീതിയിലാണ് ടീച്ചർ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്വരാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ? നമ്മുടെ ലിപ് മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓരോ സ്വരങ്ങൾ എങ്ങനെയാണ്, ഓരോ സ്വരം ശബ്ദങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പറയാൻ പഠിച്ചു. ശേഷം ആദ്യത്തെ അക്ഷരം നമ്മൾ എഴുതാൻ പഠിച്ചു അല്ലേ? ഇനി അടുത്തത് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ആ. രണ്ടാമത്തെ അക്ഷരം ആ. എന്താണ്? ആ. ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. പഠിച്ചു അല്ലേ? രണ്ടാമത്തെ അക്ഷരം ആ. ഇന്ന് നമുക്കത് എഴുതാൻ പഠിക്കാം. ഓക്കെ, അതും ശ്രദ്ധിച്ചിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പഠിച്ച പോലെ തന്നെയാണ് ആ നമ്മൾ എഴുതുന്നത്. ആ പഠിച്ചപ്പോ ടീച്ചർ പറഞ്ഞിരുന്നു, മടിയൻ മല ചുമക്കുന്ന പോലെ കൂട്ടി വെക്കരുത്. അപ്പൊ നമുക്ക് പഠിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അന്നാന്നുള്ളത് അതാത് ദിവസം തന്നെ പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിച്ചാൽ എളുപ്പമാവും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതാൻ പഠിച്ചോ? ആ കൃത്യമായിട്ട് എഴുതാൻ അറിയോ? പഠിച്ചോ? ടീച്ചർ പഠിപ്പിച്ചത് പഠിച്ചോ? യെസ് ഓർ നോ? പറ. എന്ത് കേൾക്കാനായിരിക്കും ടീച്ചറിന് ഇഷ്ടം? നോന്ന് കേൾക്കാനാണോ? പിന്നെ എന്ത് കേൾക്കാനായിരിക്കും? യെസ് അല്ലേ? യെസ്. ഓക്കെ, ടീച്ചറിന്റെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അടുത്ത അക്ഷരത്തിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കുക കേട്ടോ. ആ നമ്മൾ പഠിച്ചു എഴുതാനായിട്ട് ഇങ്ങനെ എഴുതി. ഇതാണ് ആ കിട്ടിയില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഇതാണ്. നമുക്കിനി ആ പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ എളുപ്പമായിരിക്കും. ആ പഠിച്ച ആ എളുപ്പമായി മാറും. ഓക്കെ, നോക്കുക. കണ്ട? എളുപ്പമല്ലേ? ജസ്റ്റ് ഒരു വാലിട്ട് കൊടുത്താൽ മതി അല്ലേ? ആ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ എളുപ്പമാണ്. മനസ്സിലായില്ലേ ടീച്ചറിന്റെ മക്കൾക്ക്? എളുപ്പമായിട്ട് തോന്നിയോ? യെസ്. ശ്രദ്ധിക്കട്ടോ. ടീച്ചർ സാവധാനം എഴുതാം. ആ നിങ്ങൾ പഠിച്ചു, അപ്പൊ ആ എഴുതാൻ എളുപ്പമാണ്. എന്നാലും ടീച്ചർ സാവധാനം എഴുതാം. നോക്ക്. ഇവിടുന്ന് തുടങ്ങി കൈയെടുക്കാതെ ഇവിടം വരെ എഴുതി. ഇവിടം വരെ ആ അല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ കണ്ട അല്ലേ? ഒരു വാല് നമ്മൾ ഇട്ട് കൊടുത്തു അല്ലേ? ഇവിടെ നമ്മളൊരു വാല് പോലെ കൊടുത്തു. അപ്പൊ എന്തായി ഈ അക്ഷരം? ആ. ഏതാണ് അക്ഷരം? ആ. കിട്ടിയോ? ഓക്കെ. ഏതാണ് ആദ്യം പഠിച്ച സ്വരാക്ഷരം? ഏതാണ്? ആ. അടുത്തത് ആ. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ ആദ്യത്തെ അക്ഷരം നമുക്ക് എഴുതാം. ശേഷം രണ്ടാമത് പഠിച്ച അക്ഷരം എഴുതാം. ആദ്യത്തെ അക്ഷരമാണ് ആ. ഏതാണ്? ആ. അടുത്ത അക്ഷരമാണ് ആ.
കിട്ടിയില്ലേ? ആ ആ. അപ്പൊ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ അക്ഷരവും നമ്മൾ പറയാനും പഠിച്ചു, എഴുതാനും പഠിച്ചു. എന്തിനൊക്കെ പഠിച്ചു? എന്താ പഠിച്ചത്? സ്വരം അല്ലെ, ഒരു ശബ്ദം, ഒരു സൗണ്ട് അല്ലെ, ഒരു സ്വരം നമ്മൾ പഠിച്ചു. സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നമ്മളെല്ലാം ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ വന്നപ്പോ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ആ എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇതാണ് ആ. രണ്ടാമത്തെ അക്ഷരം ആ, അതും നമ്മൾ ഇപ്പോ ഈ ക്ലാസ്സിൽ എഴുതാൻ പഠിച്ചു. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇത് രണ്ടും പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ടീച്ചർ ഒന്നും കൂടെ എഴുതി കാണിക്കാം, ഒന്നും കൂടെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. സാവധാനം എഴുതാൻ ടീച്ചർ. ഓക്കെ. കണ്ട? ആ. അടുത്തത് ആ. മനസ്സിലായോ? നമുക്കൊന്നും കൂടെ എഴുതാം. ശ്രദ്ധിച്ചിവിടെ ഇരിക്കുക, ഇവിടെ തന്നെ നോക്കിയിരിക്കുക, അപ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഇവിടെ നിന്ന് എഴുതി, ഇങ്ങനെ എഴുതി, ഇതുപോലെ എഴുതി. കൈ എടുക്കരുത്, തുടർച്ചയായിട്ട് എഴുതുക. ഇവിടെ വന്നേ നിർത്താൻ പാടുള്ളൂ. ഇതാണ് ആ. സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ആ. രണ്ടാമത്തെ അക്ഷരം എഴുതുകയാണ് നമ്മള്. ആ എഴുതുന്ന പോലെ തന്നെ എഴുതി ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഒരു വാല് പോലെ കൊടുക്കുക. ഉണ്ടോ? ഒരു വാല് പോലെ കൊടുത്താൽ അതെന്തായി? ആ. രണ്ടക്ഷരം പഠിച്ചു. ആ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.